മഹാബലിയെ കേരളത്തിൽ മാത്രമല്ലേ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുള്ളൂ? അത് കീഴാളരുടെ പ്രതീകമായ ബലിയെ ദ്രാവിഡ ദേശം മാത്രമല്ലേ പൂജിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുന്നുള്ളൂ? അതൊന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇത് ബ്രാഹ്മണർക്ക് എതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ കഥയാണോ ഓണമെന്ന്? ഇങ്ങനെ പല വഷളത്വവും നമ്മൾ കിട്ടുന്നുണ്ടാവും പലപ്പോഴും. ഇതിനതല്ലാണ്ട് വേറൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ വയ്യ. ചരിത്രവുമായിട്ടോ പുരാണങ്ങളുമായിട്ടോ ഐതിഹ്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഇങ്ങനെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടേ പറയാൻ? ശരി, ആദ്യം ബലി അഥവാ ബലി ചക്രവർത്തി ഈ ദേശമല്ല ഭരിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു. പിന്നീട് നർമ്മദയുടെ തീരത്തായിരുന്നു ബലിയുടെ ആസ്ഥാനം എന്നുള്ളതാണ് പൗരാണികമായ പ്രസിദ്ധി. എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അതെ നർമ്മദയുടെ തീരത്ത് അല്ലെങ്കിൽ ഭറൂച്ചിലെല്ലാം നർമ്മദയുടെ സ്നാനഘട്ടങ്ങൾ ബലിയുടെ അശ്വമേധയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന പേരുകളാണ് ഓരോരോ സ്നാനഘട്ടത്തിനും. കോട്ടിതീർത്ഥമാവട്ടെ, ഭൃഗുക്ഷേത്രമാകട്ടെ, അങ്ങനെ ഒരുപാട് സ്നാനഘട്ടങ്ങളുണ്ട്. അതെല്ലാം തന്നെ പുരാണങ്ങളിൽ പറയുന്ന ബലിയുടെ യാഗവുമായി ബന്ധപ്പെട്ട പേരുകളാണ്. ബലിയുടെ യാഗം നടന്ന സ്ഥലം ഭൃഗുക്കച്ചമാണെന്ന് പുരാണ പ്രസിദ്ധമാണ്. ഒന്ന്. രണ്ട്, അവിടെ തന്നെയാണ് വാമനമൂർത്തിയുടെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു ക്ഷേത്രവും. അപ്പോൾ വാമനനും വാമന്റെ ഐതിഹ്യം എല്ലാം ഏതൊരു ഭൂപ്രദേശവുമായിട്ടാണോ ചേർന്ന് കിടക്കുന്നത് ആ ഭൂപ്രദേശം എന്തായാലും കേരളമല്ല, അത് നർമ്മദാ തീരത്തുള്ള ഭൃഗുക്കച്ചമാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ബലിയെ കേരളത്തിൽ മാത്രമല്ലേ ആരാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സൽക്കരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടുമല്ല. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, എന്തിന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ പോലും മഹാബലിയെ ആരാധിക്കുന്നുണ്ട്, സൽക്കരിക്കുന്നുണ്ട്. അതെന്തേ നമ്മളത് പഠിച്ചില്ല അല്ലെങ്കിൽ നമ്മളെ ആരും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായൊരു ചോദ്യം. എന്തിനു പറയുന്നു? അതായത് ബലിപ്രതിപദ എന്നൊരു ദിവസമുണ്ട്. ബലിപ്രതിപദ എന്ന ദിവസമാണ് ഗോവർദ്ധന പൂജയ്ക്കായിട്ട് ഉത്തർപ്രദേശുകാര് ആ ദിവസത്തെ കണക്കാക്കുന്നു. അതുപോലെ അന്നേ ദിവസം ബലിപ്രതിപദയാണ് ഗുജറാത്തുകാരുടെ പുത്താണ്ട്. അതായത് നമ്മള് തമിഴ്നാട്ടുകാർക്കും മലയാളിക്കും പുത്താണ്ട് എന്ന് പറഞ്ഞാൽ വിഷു ആണല്ലോ, പിന്നീടാണല്ലോ അത് ചിങ്ങമായി മാറിയത് കേരളത്തിന് മാത്രം. അതുപോലെ അവരുടെ പുത്താണ്ട് എന്ന് പറയുന്നത് ബലിപ്രതിപദയാണ്. കർണാടകത്തിലാവട്ടെ, മഹാരാഷ്ട്രയിലാവട്ടെ, ഗോവയിലാവട്ടെ, ഈ സ്ഥലങ്ങളിലൊക്കെ ബലിപ്രതിപദയുടെ ദിവസം എന്താ ചെയ്യാന്നറിയോ? ചാണകം കൊണ്ടും മണ്ണുകൊണ്ടും മഹാബലിയുടെ രൂപമുണ്ടാക്കി അതില് പൂമാലകൾ ചാർത്തി ബലിയെ പൂജിച്ച് സൽക്കരിച്ച് ആരാധിക്കുന്നു. ഐതിഹ്യം എന്താണെന്നറിയോ? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ഭരിച്ചിരുന്ന ബലിചക്രവർത്തി ബലിപ്രതിപദയുടെ അന്ന് തങ്ങളെ സന്ദർശിക്കുമെന്നും അങ്ങനെ തങ്ങളെ സന്ദർശിക്കുന്ന രാജാവിന് വേണ്ടതെല്ലാം കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പൂജ അദ്ദേഹത്തിന്റെ ആ രാജാവിന്റെ പഴയ സ്മൃതിയിലുള്ള ആ രാജാവിന്റെ രൂപമുണ്ടാക്കി അഥവാ ചാണകം കൊണ്ടും മണ്ണുകൊണ്ടൊക്കെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിന് പൂജിച്ച് സൽക്കരിക്കുക എന്ന ഒരു ചടങ്ങ് കർണാടകത്തിലുണ്ട്, ഗോവയിലുണ്ട്, മഹാരാഷ്ട്രത്തിലുണ്ട്. ബലിപ്രതിപദ എന്ന ദിവസത്തിൽ ഈ ബലിപ്രതിപദയാണ് ഗുജറാത്തുകാരുടെ പുത്താണ്ട്, ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പോ കേരളത്തിൽ മാത്രമേ ബലിയെ ആരാധിക്കുന്നുള്ളൂ, പൂജിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ശുദ്ധ കളവാണ്. അത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കീഴാള വിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനയല്ലേ? ഒന്നുമല്ല. ഈ ബലിപ്രതിപദ ഏറ്റവും ശക്തമായി ആരാധിക്കുന്നതെല്ലാം ഇന്ന് സവർണന്മാരെന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വളരെ വ്യാപകമായിട്ട് ഈ ബലിപ്രതിപദ ആഘോഷിക്കുന്നത്. ഇത് നമ്മുടെ ദീപാവലി എന്ന് പറയുന്ന ആഘോഷം ഉണ്ടല്ലോ, അതിനോടനുബന്ധിച്ചാണ് ഈ ബലിപ്രതിപദ വരുന്നത്. അപ്പോ കേരളത്തിൽ മാത്രമേ ബലിയുള്ളൂ എന്ന വിശ്വാസം
അബദ്ധ വിശ്വാസം ഇനിയെങ്കിലും നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ മാറ്റിയേ മതിയാവൂ. ബലി എന്ന് പറയുന്ന ഒരു രാജാവിനെ ഭാരതത്തിൽ എല്ലായിടത്തും, ഭാരതത്തിൽ പല ഭാഗത്തും നല്ലതുപോലെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിരുന്ന സമൂഹം തന്നെയാണ് ഭാരതീയർ. എല്ലാവർക്കും നമസ്കാരം.